നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം കേസ് തുടർ നടപടികൾക്കായി 17-ന് പരിഗണിച്ചു. കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്കിടെ മരണമടഞ്ഞത് 15 പ്രതികൾ. കുറ്റപത്രം നൽകാനുള്ളത് ഇനി ഒരു പ്രതിക്ക് മാത്രം. വെള്ളാപ്പള്ളിക്ക് ഐക്യദാർഢ്യം. SNDP യോഗം കൊല്ലം യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും. യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ കലാപാഹ്വാനം നടത്തിയതിലും യൂത്ത് കോൺഗ്രസ് നടപടിയിലും പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. വിവിധ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലന പരിപാടി ആവിഷ്കരിക്കും. പ്രാദേശിക തലത്തിൽ ജോലി സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി. ഡിജിറ്റൽ അഡിക്ഷനെതിരെയുള്ള ബോധവൽക്കരണം കൊല്ലത്ത് പ്രിസം ചിൽഡ്രൻസ് ബിനാലെ സംഘടിപ്പിച്ചു. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദമായ വാർത്തകളിലേക്ക്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകട കേസ് തുടർ നടപടികൾക്കായി 17-ന് പരിഗണിക്കും. കേസിൽ 2 പേർ മരിച്ചു. ആകെ 15 പ്രതികളാണ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്കിടെ മരണമടഞ്ഞത്. ഇനി ഒരു പ്രതിക്ക് മാത്രമാണ് കുറ്റപത്രം നൽകാനുള്ളത്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകട കേസ് 17-ലേക്ക് തുടർ നടപടിക്കായി മാറ്റി. കുറ്റപത്രം നൽകാനുണ്ടായിരുന്ന പ്രതികളിൽ 2 പേർ മരിച്ചു. 31-ാം പ്രതി ചിറയൻകീഴ് വെള്ളാണിക്കൽ ചെമ്പുകുഴി രേഷ്മ ഭവനിൽ രവി, 47-ാം പ്രതി വെട്ടൂർ വലിയന്റെകുഴി ഇഞ്ചയിൽ വീട്ടിൽ കുഞ്ഞുമോൻ എന്നിവരാണ് മരിച്ചത്. ഇതോടെ കേസിൽ മരിച്ച പ്രതികളുടെ എണ്ണം 15ആയി. ഇനി ഒരു പ്രതിക്ക് മാത്രമാണ് കുറ്റപത്രം നൽകാനുള്ളത്. അർബുദബാധിതനായി ഗുരുതരാവസ്ഥയിലായിരുന്നു രവി. കുഞ്ഞുമോനെ വർക്കലയിൽ ഭാര്യ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവരുടെ മരണ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കാൻ പ്രതിഭാഗം സാവകാശം തേടി. 28-ാം പ്രതി ജോസഫാണ് ഇനി കുറ്റപത്രം കൈപ്പറ്റാനുള്ളത്. തീവണ്ടി അപകടത്തെ തുടർന്ന് വലതുകാൽ മുട്ടിനു മുകളിൽ മുറിച്ചുമാറ്റിയ ജോസഫ് ശിവകാശിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതിയെ 17-ന് ഹാജരാക്കാമെന്ന പുറ്റിങ്ങൽ പ്രത്യേക കോടതി ജഡ്ജി MC ആന്റണി മുൻപാകെ പ്രതിഭാഗം അഭിഭാഷകൻ അറിയിച്ചു. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച 30-ാം പ്രതി അടൂർ സ്വദേശി അനുരാജിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു. പ്രതിയെ പിടികിട്ടിയില്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി മുഖേന മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും നോട്ടീസ് പതിക്കും. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP ജബ്ബാർ, അമ്പിളി ജബ്ബാർ എന്നിവർ കോടതിയിൽ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊതുസമൂഹത്തിന്റെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ പോലീസ് എടുത്ത ശ്രമം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രിസം ചിൽഡ്രൻസ് ബിനാലെ V പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുട്ടികളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഡിജിറ്റൽ അഡിക്ഷനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്രിസം ചിൽഡ്രൻസ് ബിനാലെ സംഘടിപ്പിച്ചത്. കുട്ടികളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഡിജിറ്റൽ അഡിക്ഷനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന DDAD, പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന കുട്ടികളെ തിരികെ പഠന മേഖലയിൽ എത്തിക്കുന്നതിനായി നടത്തിവരുന്ന ഹോപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രിസം ചിൽഡ്രൻസ് ബിനാലെ സംഘടിപ്പിച്ചത്. 16 സ്റ്റാളുകളിൽ നടന്ന പരിപാടികൾ മന്ത്രി KN ബാലഗോപാൽ സന്ദർശിച്ചു. ഡിജിറ്റൽ അഡിക്ഷൻ സമൂഹത്തിൽ കൂടി വരികയാണ്. ഒരുമിച്ച് കൂടുന്നത് കുറഞ്ഞതാണ് ഡിജിറ്റൽ അഡിക്ഷൻ കൂടാൻ കാരണം. കലയ്ക്കും കായിക മേഖലയ്ക്കും ചെലവാക്കുന്ന പണം എന്നും പ്രയോജനകരമാണെന്നും മന്ത്രി പറഞ്ഞു. പോലീസിന് എല്ലാ മേഖലയിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, പോലീസ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ്. അന്വേഷണവും കുറ്റാന്വേഷണവും ഒക്കെ പ്രധാനമാണ്. കുറ്റകൃത്യങ്ങളെ തടയുന്നത് പ്രധാനമാണ്. സമൂഹത്തിന്റെ ആരോഗ്യം നന്നാവുകയാണെങ്കിൽ, മനസ്സിന്റെ ആരോഗ്യം നന്നായാലാണല്ലോ പൊതു ആരോഗ്യം നന്നാവുക. ഈ ആളുകൾക്ക് ആ മാനസികമായ ആരോഗ്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സമൂഹത്തെ സംബന്ധിച്ച്. അപ്പൊ അതിനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിലെടുത്ത ഈ വലിയ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു മാതൃകയാക്കി സംസ്ഥാനത്ത് മറ്റു സ്ഥലങ്ങളിലും ഇതിനോടനുബന്ധമായി കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ചെയ്യാൻ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നാൽ ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമുണ്ട്. കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ മുഴുവൻ വകുപ്പിൽ തന്നിട്ടുണ്ട്, ഇതിനൊന്നും ഒരു കുറവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, ഇത്രയും കൂടുതൽ വാഹനങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയ സമയം വേറെയാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ ഫയലുകൾ വരുന്നത് അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം എനിക്കൊന്നും
15 വാഹനങ്ങൾ ഒരു വർഷം 2 വർഷമായിട്ട് മുഴുവൻ പഴയ വാഹനങ്ങൾ റീപ്ലേസ് ചെയ്തായിരുന്നു 4 വർഷമായി. എല്ലാ സ്ഥലത്തും പുതിയ വാഹനങ്ങൾ, ധാരാളം വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് എല്ലാ വകുപ്പിലും ഇതുപോലെ നമ്മുടെ അടിസ്ഥാന സൗകര്യം ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കാര്യത്തിൽ മുടക്കുന്ന പണം വേസ്റ്റ് അല്ല. ഇത്തരം പണം ഈ കുട്ടികളുടെ കാര്യത്തിനും പൊതുകാര്യത്തിനും ചെയ്യുന്ന പണം വേസ്റ്റ് അല്ല. എം നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം എസ്തർ അനിൽ മുഖ്യാതിഥിയായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ IPS, അസിസ്റ്റന്റ് SP അമൃത, ACPമാരായ ഷെരീഫ്, പ്രദീപ് കുമാർ, ആശ്രാമം സന്തോഷ്, ഷജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് നേരെയുണ്ടായ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് മാർച്ചും ധർണയും നടത്തി. SNDP യോഗം കുണ്ടറ യൂണിയന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് നേരെയുണ്ടായ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ചാണ് കുണ്ടറ യൂണിയൻ മാർച്ചും ധർണയും നടത്തിയത്. യൂണിയൻ ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുക്കടയിൽ സമാപിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ G ജയദേവൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് S അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് S ഭാസി, കൗൺസിൽ അംഗങ്ങളായ S പ്രിൻസ് സത്യൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ഷിബു വൈഷ്ണവ്, V സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. രൂപം മാറും, ഭാവം മാറും, സമരത്തിൻ ഗതിയാകെ മാറും, സമരത്തിൻ ഗതിയാകെ മാറും, സമരത്തിൻ ഗതിയാകെ മാറും, സമരത്തിൻ ഗതിയാകെ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രിസം ചിൽഡ്രൻസ് ബിനാലെ കുട്ടികൾ ആഘോഷമാക്കി. 600ഓളം വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ വിനോദങ്ങളിൽ പങ്കാളികളായി. സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുകയാണ് പ്രിസം ചിൽഡ്രൻസ് ബിനാലെയുടെ ലക്ഷ്യം. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രിസം ചിൽഡ്രൻസ് ബിനാലെ കുട്ടികൾ ആഘോഷമാക്കി. 600ഓളം വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിലെ വിനോദങ്ങളിൽ പങ്കാളികളായി. സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുകയാണ് പ്രിസം ചിൽഡ്രൻസ് ബിനാലെയുടെ ലക്ഷ്യം. കുട്ടികളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഡിജിറ്റൽ അഡിക്ഷനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന DDAT, പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന കുട്ടികളെ തിരികെ പഠന മേഖലയിൽ എത്തിക്കുന്നതിനായി നടത്തിവരുന്ന ഹോപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ബിനാലെ സംഘടിപ്പിച്ചത്. കുട്ടികൾക്കും ആത്മവിശ്വാസം പകരുന്നതിനായി സ്വയം പ്രതിരോധ പരിശീലനങ്ങളും നൽകും. നമ്മുടെ ചിൽഡ്രൻസ് ബിനാലെ പ്രിസം DDAT കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിച്ചു. കളിമൺ, കരകൗശലം, ക്രാഫ്റ്റ്, ക്ലേ മോഡലിംഗ്, നൃത്തം, പെയിന്റിംഗ്, കാലിഗ്രഫി, രംഗോലി, കരാട്ടെ, കളരിപ്പയറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, സംഗീതോപകരണങ്ങൾ, നാടകം, മാജിക് തുടങ്ങിയ 18ഓളം മേഖലകളിൽ ബിനാലെയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. 600ഓളം വിദ്യാർത്ഥികൾ ബിനാലെയിൽ പങ്കെടുത്തു. ചിൽഡ്രൻസ് ബിനാലെ ഏറെ പ്രയോജനകരമായെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ വന്നപ്പം ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റി. ഇപ്പൊ ഇവിടെ കരാട്ടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലബ്ബ് തന്നെ ജയ്വാരം കരാട്ടെ ടീം തന്നെ ഇവിടെ കരാട്ടയ്ക്ക് പ്രാക്ടീസ് പെർഫോമൻസിനായിട്ട് വന്നു. അതുപോലെ തന്നെ കളരി ഫൈറ്റ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഡാൻസ്, നാടകം എല്ലാം ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതലും കുട്ടികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പേരൻസ് ആണെങ്കിലും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്, കുട്ടികൾ ഉൾപ്പെടെ റിലാക്സ്ഡ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൂടുതലും ഫോൺ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്തിലൊക്കെയാണോ അവർക്ക് കഴിവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം കരാട്ടെ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ കളരി ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അത് ചെയ്തു നോക്കുമ്പോൾ അവർക്ക് എത്ര കഴിവുണ്ട്, അത് അവർക്ക് എത്ര ബലപ്പെടുന്നു എന്നുള്ളത് അവർക്ക് അതിൻ്റെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ അഡിക്ഷൻ, ഇവിടെ വന്നിട്ട് ഞാൻ ആരും ഫോൺ യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ കണ്ടില്ല. എല്ലാവരും ഓരോ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനഹിതം തേടി സർക്കാർ. കൊല്ലം ജില്ലാതല വിവരശേഖരണത്തിന് തുടക്കമായി.
നവകേരള സൃഷ്ടിക്കായുള്ള ജനഹിതം തേടുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ വിവരശേഖരണത്തിനായുള്ള ഭവന സന്ദർശനത്തിനാണ് തുടക്കമായത്. കൊട്ടാരക്കര മണ്ഡലത്തിലെ വെളിയം ഗ്രാമപഞ്ചായത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചറുടെ വസതിയിൽ മന്ത്രി KN ബാലഗോപാലിന്റെ സാന്നിധ്യത്തിൽ വിവരശേഖരണത്തിന് തുടക്കം കുറിച്ചു. സന്നദ്ധ സേനാംഗങ്ങൾ വീടുകൾ തോറുമെത്തി നവകേരള സൃഷ്ടിക്ക് നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്ന പരിപാടിയാണിത്. ഒരു വാർഡിൽ 4 സന്നദ്ധ കർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് വിവരശേഖരണം നടത്തുന്നത്. ജനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന്റെ വിവിധ വികസന പരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കൊട്ടാരക്കര മണ്ഡലത്തിലാണ് എല്ലാ സ്ഥലത്തും, കേരളത്തിലാകെ എല്ലാ സ്ഥലത്തും വീടുകളിലേക്ക് വോളണ്ടിയർമാർ പോയിട്ട് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി അവർക്ക് എല്ലാം അറിയണമെന്നില്ല. അപ്പം കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, അവർക്ക് സഹായകരമായ കാര്യം ഇൻഫർമേഷൻ കിട്ടും. പലപ്പോഴും അവർക്ക് അറിയുന്നില്ല ഇന്ന കാര്യങ്ങളുണ്ടെന്ന്. പലപ്പോഴും ഈ കാര്യങ്ങൾ പലതും ഉള്ളത് അറിയത്തില്ല. നമ്മുടെ അടുത്ത് വന്ന് ഇന്ന ആവശ്യമുണ്ടെന്ന്, ആ ആവശ്യമില്ല ഇന്ന കാര്യം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലാവും. അതുപോലെ ഇനിയിപ്പോൾ അവർ ചില നിർദ്ദേശങ്ങൾ കാണും. ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താൽ ഈ പഞ്ചായത്തിൽ ഗവൺമെൻറ് ഇന്ന കാര്യം ചെയ്താൽ നല്ലതാണെന്നൊരു അഭിപ്രായമാണ്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ വന്നാൽ ചില കാര്യങ്ങൾ ഓരോ മേഖലയിലുമുള്ള കാര്യങ്ങൾ അറിയുന്നത് പ്രധാനപ്പെട്ട കാര്യം. അതിന് വോളണ്ടിയർമാരായിട്ടുള്ള ഇവരാണ് വോളണ്ടിയർമാർ. ഇവിടുത്തെ വെളിയം പഞ്ചായത്തിലെ ഈ പ്രദേശത്ത് എല്ലാ സ്ഥലത്തും ഓരോ വാർഡിലും 4 വോളണ്ടിയർമാരുണ്ട്. അവരെല്ലാ വീട്ടിലും പോകും. അവിടെ നിന്നുള്ള വിവരങ്ങൾ സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്, അപ്ഡേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അത് അറിയിക്കും. ഗവൺമെൻറ് ശ്രദ്ധ വരും, ക്രോഡീകരിച്ച് കൊടുക്കും. തുടർന്ന് സമീപത്തെ ഞായപ്പള്ളി ഉന്നതി സന്ദർശിച്ചു. ജനങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഫോക്കസ് ഗ്രൂപ്പുകളിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന്റെ ഭാഗമായാണ് ഉന്നതി സന്ദർശിച്ചത്. ഞായപ്പള്ളി ഉന്നതിയിലെ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുകയും മന്ത്രിയും ജില്ലാ കളക്ടറും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനസമ്പർക്ക പരിപാടി പോലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വീടുകളിലെല്ലാം സന്ദർശിക്കുന്നത്. അപ്പോൾ അത് ജില്ലയിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ബ്ലോക്കുകളിലും ഇതിനാവശ്യമായിട്ടുള്ള ഓർഗനൈസേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും പരിശീലനം കൊടുക്കുന്നതോടുകൂടി ഈ കർമ്മസേനാംഗങ്ങൾക്കൊക്കെ പരിശീലനം കിട്ടിയിട്ടുണ്ടാവും. നിലവിലെ വികസനക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ശേഖരിക്കുക, സമൂഹത്തിന്റെ നാനാതരത്തിലും ആവശ്യകതയ്ക്കനുസരിച്ച് വികസനങ്ങൾ ലഭ്യമായോ എന്ന് ഉറപ്പാക്കുക, പുതിയ തൊഴിലവസരങ്ങൾ, വികസന പദ്ധതികളിൽ ജനകീയാഭിപ്രായം രൂപീകരിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. വീടുകളിലെത്തിയുള്ള വിവരശേഖരണം ഫെബ്രുവരി 28 അവസാനിക്കും. ജില്ലാ കളക്ടർ N ദേവിദാസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RS അരുൺബാബു, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിന്ദു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് R പ്രേമചന്ദ്രൻ, വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S രേഖ, വെളിയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ദിലീപ് കുമാർ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഭിലാഷ്, സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ നിർവഹണ സമിതി അംഗങ്ങളായ P അനിൽകുമാർ, R വിമൽചന്ദ്രൻ, കൊട്ടാരക്കര മണ്ഡലം ചാർജ് ഓഫീസർ C ശങ്കരപിള്ള, കർമ്മസേനാംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന വൈദികൻ മാറനാട് തെങ്ങുവിളയിൽ C ജോൺ പണിക്കർ കോർ എപ്പിസ്കോപ്പയുടെ സംസ്കാരം നടത്തി. മാറനാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ കത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന വൈദികൻ മാറനാട് തെങ്ങുവിളയിൽ C ജോൺ പണിക്കർ കോർ എപ്പിസ്കോപ്പയുടെ സംസ്കാര ചടങ്ങുകൾ മാറനാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്നു. നിങ്ങൾക്ക് എന്നോട് ദയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എന്റെ അപ്പനിതാ ഞാൻ മരിക്കുന്നു പറഞ്ഞു. എന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ കത്തോലിക്ക ബാബയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മെത്രാപ്പൊലീത്തമാരായ ഡോക്ടർ യൂഹാനോൻ മോർ ക്രിസോസ്റ്റമോസ്, മാത്യൂസ് മോർ തേവോദോസിയോസ്, ഡോക്ടർ മാത്യൂസ് മോർ തിമോത്തിയോസ്, ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ്, യാക്കോബ് മാർ ഏലിയോസ്, ഡോക്ടർ യൂഹാനോൻ മാർ തേവോദോറോസ്, ഗീവർഗീസ് മോർ യൂലിയോസ്, ഡോക്ടർ സക്കറിയാസ് മാർ സേവേരിയോസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. കൊച്ചു മകനെ
ഈ പ്രിയപ്പെട്ട പിതാവിന്റെ കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും സ്നേഹവും സമർപ്പിക്കുന്നു. ദൈവത്തിന് അദ്ദേഹത്തെ സ്വർഗത്തിൽ സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ദൈവസ്ഥ മധ്യസ്ഥ നമുക്കെല്ലാം അനുഗ്രഹമായി മാറട്ടെ മാത്രം പ്രാർത്ഥിക്കുന്നു. നൂറുകണക്കിന് വൈദികശ്രേഷ്ഠർ, വിശ്വാസികൾ, പ്രദേശവാസികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പരമപുത്രന്മാർ അവനെ കാനാദേശത്തേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. SNDP യോഗം കൊല്ലം യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ കലാപാഹ്വാനം നടത്തിയതിലും യൂത്ത് കോൺഗ്രസ് നടപടിയിലും പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SNDP യോഗം ഓഫീസിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അപകീർത്തിപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ചവറ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. ചവറയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം യൂണിയൻ സെക്രട്ടറി കാരയിൽ അനീഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഖജനാവും വിഭവങ്ങളും കൈയടക്കം ചെയ്യുമ്പോൾ ഇവിടെ ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷം ഭരിക്കുന്ന വ്യവസ്ഥിതി നമുക്കറിയാം. ലോകത്ത് ഒരു രാജ്യത്തും നടക്കാത്തൊരു വ്യവസ്ഥിതിയാണ്. ലോകത്ത് മറ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷം ഭരിക്കുന്ന വ്യവസ്ഥിതി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷം ഭരിക്കത്തക്ക രീതിയിലുള്ള ആ വ്യവസ്ഥിതിക്ക് പിന്തുണ നൽകുന്ന ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും ഭരണാധികാരികളെയുമാണ് നമുക്ക് കാണുവാൻ. ഈ രാജ്യത്തിന്റെ ഖജനാവും വിഭവങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അർഹതപ്പെട്ടത് ഭൂരിപക്ഷ ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന വസ്തുത SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ തുറന്നു പറഞ്ഞപ്പോൾ നമുക്കറിയാം ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതിക്കെതിരെ, ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ തുറന്നു പറയുവാൻ ഭരണാധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും പേടിച്ചു നിൽക്കുമ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് തന്റെ ഇടത്തോടു കൂടി വിളിച്ചു പറയുവാൻ കഴിവുള്ള നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ. വെള്ളാപ്പള്ളി നടേശനെ അപകീർത്തിപ്പെടുത്തുന്ന ശ്രമം ഏതു ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ എന്ത് വില നൽകിയും ചെറുക്കുമെന്നും ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ ഏത് രാഷ്ട്രീയ നേതാവിന്റെ മുന്നിലും തുറന്നു പറയാനുള്ള ആർജവവും കരുത്തുമുള്ള നേതാവാണ് യോഗം ജനറൽ സെക്രട്ടറി എന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള സ്വാധീനം ഈ രാജ്യത്തെ നവോത്ഥാന പ്രക്രിയകൾക്ക്, നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച SNDP യോഗത്തിന്റെ കരുത്തും ശക്തിയും പകർന്നുകൊണ്ട് 30 വർഷക്കാലം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചുകൊണ്ട് കേരളത്തിന്റെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഒരു നിർണായക ശക്തിയായി മാറിയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്കെതിരെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ചില രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ചില പ്രസ്താവനകൾ, അതിനെയൊക്കെ SNDP യോഗം വളരെ പുച്ഛത്തോടുകൂടെ തന്നെയാണ് അവഗണിച്ചത്. യൂണിയൻ കൗൺസിലർ ഗണേശ റാവു, പന്മന രഘു, ശോഭകുമാർ, ഓമനക്കുട്ടൻ, കാർത്തികേയൻ, സന്തോഷ് ഡെയിലിമുറി, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ബിനു പള്ളിക്കോടി, വനിതാ സംഘം ഭാരവാഹികളായ അംബിക രാജേന്ദ്രൻ, അപ്സര സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ശക്തമായിട്ട് എതിരെ സംസാരിച്ചാൽ ശക്തമായിട്ട് പ്രതിരോധിക്കാനും അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ നിൽക്കാനും ഈ ചവറ യൂണിയന്റെ എല്ലാ പിന്തുണയും യോഗം ജനറൽ സെക്രട്ടറിക്കുണ്ട്. ഈ ഏറ്റവും നല്ല ഒരു ചവറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായമാണ് SNDP സമുദായം. ന്യൂസ് ബ്യൂറോ, ചവറ. വെളിയം കുടുംബശ്രീ സംരംഭക പരിശീലകർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വെളിയം കുടുംബശ്രീ സംരംഭക പരിശീലകർക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. മന്ത്രി KN ബാലഗോപാൽ സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പാക്കി വരുന്ന സംരംഭക പരിശീലന പദ്ധതികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വെളിയത്ത് വിജ്ഞാന കേരളം പദ്ധതി വഴി നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. അസാപ്പ് സ്കിൽ സെന്റർ മുഖേന 2 മാസക്കാല പരിശീലന പദ്ധതികൾ വിഭാവനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. പരിശീലനം നടത്തി 80 പേരല്ലേ ഇപ്പോൾ 100 പേരാണ് ആദ്യം പരിശീലനത്തിൽ വന്നത്. ഇനിയും കുറച്ച് പേർക്കൂടെ പരിശീലനം കൊടുക്കണം എന്നാണ് പറയുന്നത്. 100 പേര് പരിശീലനം നടത്തി. ഇപ്പൊ പരിശീലനം നടത്തിയത് ചെയ്യാൻ പറ്റുന്ന പരിശീലനം തന്നെയാണ് മനസ്സിലായി. അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇത് തയ്ക്കുന്നതിനകത്ത് എംബ്രോയിഡറി ചെയ്യാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. അത് കുറച്ച് 10 ഒരു 100-150 മണിക്കൂർ പഠിച്ചപ്പോൾ തന്നെ ഇത്ര ചെയ്യാൻ പറ്റും. ഇതിനെ പ്രൊഫഷണലായി തൊഴിൽ പോലെ ചെയ്യുക എന്നുള്ളതിനാണ് ഈ പരിശീലനം ഉദ്ദേശിക്കുന്നത്. ഒരു തൊഴിലെന്ന നിലയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന
മേഖലയിലേക്ക് എത്താനും കൂടി പറ്റണം. നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രധാനം. അതാണ് കുടുംബശ്രീയുടെ പദ്ധതികളൊന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മാർക്കറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ തയ്ച്ചിടാൻ പറ്റും, പക്ഷെ വിൽക്കണ്ടേ. അപ്പോൾ വിൽക്കുന്നതിന് ഉത്പാദിപ്പിച്ച് വിൽക്കുന്ന ആളെയും കൂടെ കണ്ടെത്തി നമ്മുടെ തയ്യൽ ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്ക് എത്തിച്ച് കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രേഖ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉമേഷ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽചന്ദ്രൻ, വെളിയം CDS ചെയർപേഴ്സൺ ശൈലജ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ കരുനാഗപ്പള്ളി യൂണിറ്റ് പൊതുയോഗം നടത്തി. കുടുംബസഹായ ഫണ്ട് വിതരണവും നടന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കരുനാഗപ്പള്ളി യൂണിറ്റ് പൊതുയോഗവും ബിനു കൃഷ്ണൻ കുടുംബസഹായ ഫണ്ട് വിതരണവും നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി നമുക്കൊരു സംവിധാനം ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മുടെ ആനുകൂല്യങ്ങളുടെ തുടക്കം. അതിനുശേഷം നമ്മുടെ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കണം, ഒരു പെൻഷൻ പദ്ധതി രൂപീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിവിധ പെൻഷൻ ഗ്രൂപ്പുകളെ അന്ന് അദ്ദേഹം സമീപിച്ചിരുന്നു. അന്ന് ബാബു കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ മാത്രം തുച്ഛമായ ഒരു തുക നൽകിക്കൊണ്ടാണ്. യൂണിറ്റ് പ്രസിഡന്റ് KR രതീഷ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സുനിൽ കുമാർ സ്വാഗതം പറഞ്ഞു. കുടുംബസഹായ ഫണ്ട് വിതരണം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള അഥവാ AAWK എന്ന ഈ സംഘടന വർക്ക്ഷോപ്പുകളിലെ ജീവിത പ്രയാസത്തെ സംബന്ധിച്ചും ക്ലേശത്തെ സംബന്ധിച്ചൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു ഓട്ടോമൊബൈൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഓട്ടോമൊബൈൽ രംഗത്ത് നൂതനമായ സാങ്കേതിക വിദ്യകൾ വളർന്നു വരികയും അതോടൊപ്പം അത്യന്താധുനിക സംവിധാനത്തോടു കൂടിയിട്ടുള്ള വാഹനങ്ങളുടെ ഉൽപാദനവും അതിന്റെ വിപണനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോ വാഹന പെരുപ്പത്തിന് ആനുപാതികമായി ഈ മേഖലയിലെ തൊഴിലവസരങ്ങളും ഗണ്യമായി കൂടുന്നു. വാർഡംഗം ഗിരീഷ്, സുശീലൻ, രവീന്ദ്രൻ, ബാബുരാജ്, മനോജ് കുമാർ, അയ്യപ്പൻ, ശ്രീജിത്ത്, മഞ്ജുനാഥ്, രാജു, രാജേന്ദ്രബാബു, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. പുറ്റിങ്ങിൽ വെടിക്കെട്ട് അപകടം. കേസ് തുടർ നടപടികൾക്കായി 17-ന് പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്കിടെ മരണമടഞ്ഞത് 15 പ്രതികൾ. കുറ്റപത്രം നൽകാനുള്ളത് ഇനി ഒരു പ്രതിക്ക് മാത്രം. വെള്ളാപ്പള്ളിക്ക് ഐക്യദാർഢ്യം. SNDP യോഗം കൊല്ലം യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും. യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ കലാപാഹ്വാനം നടത്തിയതിലും യൂത്ത് കോൺഗ്രസ് നടപടിയിലും പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. വിവിധ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലന പരിപാടി ആവിഷ്കരിക്കും. പ്രാദേശിക തലത്തിൽ ജോലി സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി. ഡിജിറ്റൽ അഡിക്ഷനെതിരെയുള്ള ബോധവൽക്കരണം. കൊല്ലത്ത് പ്രിസം ചിൽഡ്രൻസ് ബിനാലെ സംഘടിപ്പിച്ചു. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.